ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യം തന്നെ ഒക്ടോബർ 1 ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നമ്മൾ PSC ബുള്ളറ്റിൻ ആണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ PSC ബുള്ളറ്റിൽ ഒക്ടോബർ 1 2024 വന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഉടനെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. എന്നാൽ ഇപ്പം പഠിച്ചു വെച്ചേക്കുക, ഡൽഹിയുടെ മുഖ്യമന്ത്രി ആരാണ്? നിലവിൽ അതിഷിയാണ്. ആരാണ്? അതിഷിയാണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായിട്ടാണ് അവർ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയത്. അപ്പൊ ആരുടെ പിൻഗാമിയാണ്? അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയാണ്. ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാലും അതിഷിയാണ്. അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയാണ് ഡൽഹിയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ മികച്ച തദ്ദേശീയ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? മലപ്പുറമാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ കൊയിലാണ്ടി, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരി വൈക്കം, മികച്ച പഞ്ചായത്ത് പീലിക്കോട് കതിരൂരുമാണ്. ഓക്കെ, അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ എന്ന് ഉദ്ദേശിക്കുന്നത് 2024 നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, 2024 മികച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ അവാർഡ് പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് ആണെങ്കിൽ മലപ്പുറം, കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ കൊയിലാണ്ടി, ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരി വൈക്കം, പഞ്ചായത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പീലിക്കാട് കതിരൂര്. ഓക്കെ, ഇനി നമ്മുടെ ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാറിനെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിച്ചു. അപ്പൊ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംദാറാണ്. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 2ാം തവണയും ദേശീയ തലത്തിൽ നമ്മുടെ കേരളം 1ാം സ്ഥാനത്തെത്തി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 1ാം സ്ഥാനമാണ്. 2ാം തവണയാണ് കേരളം 1ാം സ്ഥാനം നേടുന്നത്. ആസൂത്രണ ബോർഡ് മുൻ അംഗം KN ഹരിലാൽ ചെയർമാനായി 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചു. അപ്പൊ നമ്മുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്, അല്ലെങ്കിൽ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? KN ഹരിലാൽ. ആരാണ്? KN ഹരിലാലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എത്രാമത്തെയാണ്? 7ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. അതും കൂടി പഠിച്ചു വെച്ചേക്കുക. കേരള സംസ്ഥാന വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായിട്ടൊഴുകുന്ന താമസ പദ്ധതിയുടെ പേരെന്താണ്? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായിട്ട് ഒരുക്കുന്ന താമസ പദ്ധതിയുടെ പേര് സഖി ഡോർമെറ്ററികൾ. സഖി ഡോർമെറ്ററികൾ. ഓക്കെ, സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ട കലാകാരൻ വേണുജിയും സംസ്ഥാന സർക്കാരിന്റെ വയോസേവാ പുരസ്കാരങ്ങൾക്ക് അർഹരായി. അപ്പൊ വയോസേവാ പുരസ്കാരം ആർക്കൊക്കെ കിട്ടിയത്? സംഗീതജ്ഞനായിട്ടുള്ള വിദ്യാധരൻ മാസ്റ്റർക്കും കൂടിയാട്ട കലാകാരനായിട്ടുള്ള വേണുജിക്കുമാണ് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മുടെ ഓർമ്മകൾ തലച്ചോറിൽ എങ്ങനെ സംഭരിക്കപ്പെടുന്നു എന്നറിയാൻ പഠനം നടത്തുന്ന മലയാളി ഗവേഷകൻ ഡോക്ടർ സജീവ് കുമാർ ശ്രീധരന് ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം കിട്ടി. ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം കിട്ടി. ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പ് കിട്ടിയ മലയാളി ആരാണ്? അത് നമിത നായരാണ്. അപ്പൊ മേരി ക്യൂറി ഫെലോഷിപ്പ് കിട്ടിയത് നമിത നായർക്കാണ്. പഠിച്ചു വെച്ചേക്കുക. അടുത്ത നമ്മുടെ ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ വീനസ് ഓർബിറ്റൽ മിഷൻ എന്ന പേരിൽ ഇന്ത്യ ദൗത്യം ആരംഭിച്ചു. വീനസ് ഓർബിറ്റൽ മിഷൻ ആരുടെയാണ്? നമ്മുടെ ശുക്രയാൻ ആരുടെയാണ്? ഇന്ത്യയുടേതാണ്. ഓക്കെ, ഇനി നമ്മുടെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം ഏരീസ് കൊല്ലം സെയിലേഴ്സിനാണ് കിട്ടിയത്. ഓക്കെ, ഏരീസ് കൊല്ലം സെയിലേഴ്സിനാണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം കിട്ടിയത്. ഇനി ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായി. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായി. ചൈനയെ 1-0 എന്ന ഇതിലാണ് കീഴടക്കിയത്. ആര്? നമ്മുടെ ഇന്ത്യ. ഓക്കെ, അപ്പൊ നമ്മുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി ആര് വിജയിച്ചു? ഇന്ത്യ വിജയിച്ചു. ആരെ പരാജയപ്പെടുത്തി? ചൈനയെ പരാജയപ്പെടുത്തി. ഓക്കെ, ഇനി എല്ലാ തലത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തെരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യത്തെ രാജ്യമായിട്ട് മാറിയത് ഏതാണ്? മെക്സിക്കോ ആണ്. അപ്പം എല്ലാ തലത്തിലുമുള്ള കോടതികളിൽ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യത്തെ രാജ്യം മെക്സിക്കോ ആണ്.
US വാഷിംഗ്ടണിൽ നടന്ന 4 രാഷ്ട്ര തലവന്മാരുടെ കോഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. അപ്പോൾ എവിടെയാണ് കോഡ് സബ്മിറ്റിൽ നമ്മുടെ നരേന്ദ്രമോദി പങ്കെടുത്തു. ഏതൊക്കെയാണ് കോഡ് രാജ്യങ്ങൾ? ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ. ഓക്കെ, അപ്പം നമ്മുടെ കോഡ് എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ് നമ്മുടെ അമേരിക്കൻ പാൻ ഓസിന് ഇന്ത്യക്ക് കൊടുത്തു അല്ലെ. അമേരിക്കൻ പാൻ ഓസിന് ഇന്ത്യക്ക് കൊടുത്തു. നമ്മൾ അന്ന് പഠിച്ച കോഡാണ്, ഓർമ്മയുള്ളവർ ഓർത്തെടുക്കുക. അടുത്തത് നമ്മുടെ ഹരിണി അമരസൂര്യ. ആരാണ്? ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാണ്. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യാണ്. അപ്പം പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് അനുര കുമാര ദിസനായകെ. ആരാണ്? അനുര കുമാര ദിസനായകയാണ്. ഓക്കെ, അതും കൂടി ഓർത്ത് വെച്ചേക്കുക, അത് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അനുര കുമാര ദിസനായകെ ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റ് ആണ് കേട്ടോ. 9ാമത്തെ പ്രസിഡന്റ് ആണ്. വിക്രമസിംഗയുടെ പിൻഗാമിയാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ PSC ഇതേ കണക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആരുടെ പിൻഗാമിയാണ്? ആരുടെയാണ്? വിക്രമസിംഗയുടെ പിൻഗാമിയാണ്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ISROയുടെ പദ്ധതിയുടെ പേരാണ് ചന്ദ്രയാൻ 4. എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ISROയുടെ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 4 ആണ്. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ സാധാരണക്കാർ ആരൊക്കെയാണ്? ജാരദ് ഐസക്മാനും സാറ ഗില്ലിസും. ആരാണ്? ജാരദ് ഐസക്മാനും സാറ ഗില്ലിസും ആണ് ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ സാധാരണക്കാർ. ഇവിടെ സാധാരണക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് സയന്റിസ്റ്റ് അല്ലാത്ത വ്യക്തികളെ ഉള്ളൂ, അവിടുത്തെ ശതകോടീശ്വരന്മാരൊക്കെയാണ്. ഓക്കെ, ആദ്യ സ്വകാര്യ ദൗത്യമായിട്ടുള്ള സ്പേസ് എക്സിന്റെ പൊളാരിസ് ഡോണിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു നടത്തം കേട്ടോ. അതും ഓർത്തു വെച്ചേക്കാം. പൊളാരിസ് ഡോൺ ദൗത്യം ജാരദ് ഐസക്മാനും സാറ ഗില്ലസും ബഹിരാകാശത്തൂടെ നടന്നു. ഓക്കെ, ഇനി മിനി മൂൺ. എന്താണ്? മിനി മൂൺ എന്ന് വിളിക്കുന്ന കുഞ്ഞൻ ചന്ദ്രനെ സെപ്റ്റംബർ 29 മുതൽ നവംബർ 25 വരെ ഭൂമിയുടെ ആകാശത്ത് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ മിനി മൂൺ എപ്പോഴായിരുന്നു നമ്മുടെ ആകാശത്ത് വന്നത്? സെപ്റ്റംബർ 29 തൊട്ട് നവംബർ 25 വരെയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഭൂമിക്ക് 2 ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, 2 ചന്ദ്രന്മാരുണ്ടായിരുന്നു. ഓക്കെ, ഇനി വ്യോമസേനയുടെ പുതിയ മേധാവിയായിട്ട് എയർ മാർഷൽ അമർപ്രീത് സിംഗിനെ നിയമിച്ചു. അപ്പോൾ വ്യോമസേനയുടെ മേധാവി ആരാണ്? വ്യോമസേന മേധാവി AP സിംഗ് അല്ലെങ്കിൽ അമർപ്രീത് സിംഗ് ആണ്. പാമ്പൻ ദ്വീപിനെയും രാമേശ്വരം വൻകരയെയും ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ പാലം ഉദ്ഘാടനത്തിന് തയ്യാറായി. ഇപ്പൊ പാമ്പൻ പാലം ഉണ്ടല്ലോ, പാമ്പൻ പാലം പുനർനിർമ്മിച്ചു. അത്രയാണ്. പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു റെയിൽ പാലം. ആൻഡമാൻ നിക്കോബർ ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റി. എന്താണ് പേര്? വിജയപുരം. ശ്രീ വിജയപുരം എന്നും ചിലടത്ത് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ വിജയപുരം എന്ന് പേര് മാറ്റി, പോർട്ട് ബ്ലെയറിന്റെ പേര് വിജയപുരം എന്നാക്കി. രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ്? അത് NPS വാത്സല്യാണ്. ഓക്കെ, 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഏത്? ആയുഷ്മാൻ ഭാരത്. ഏതാണ്? ആയുഷ്മാൻ ഭാരത്. സിംഗപ്പൂരിലെ നന്യാങ് സാങ്കേതിക സർവകലാശാല അധ്യാപികയായിട്ടുള്ള ഇന്ത്യൻ വംശജ പ്രശാന്തി റാമിന് സിംഗപ്പൂർ സാഹിത്യ സമ്മാനം ലഭിച്ചു. അവരുടെ ചെറുകഥാ സമാഹാരമായിട്ടുള്ള 9 യാർഡ് സാരീസ് എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് കിട്ടിയത്? സിംഗപ്പൂർ സാഹിത്യ പുരസ്കാരം കിട്ടിയത്. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെലോ ആയി പ്രൊഫസർ കാന M സുരേഷിനെ തിരഞ്ഞെടുത്തു. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെലോ ആരാണ്? കാന M സുരേഷ് ആണ്. നമ്മുടെ ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ഉന്നത ബഹുമതിയാണ് ഈ ഒരു ഫെലോഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അത് തപസ്യ കലാസാഹിത്യവേദി 14ാമത് സഞ്ജയൻ പുരസ്കാരം പ്രഖ്യാപിച്ചു. സഞ്ജയൻ പുരസ്കാരം ആർക്കാ കിട്ടിയത്? ചരിത്ര പണ്ഡിതനായിട്ടുള്ള MGS നാരായണനാണ് കിട്ടിയത്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ഇത്തവണത്തെ അമൃത കീർത്തി പുരസ്കാരം ആർക്കാണ്? അമൃത കീർത്തി പുരസ്കാരം കിട്ടിയത് പ്രൊഫസർ V മധുസൂദനൻ നായർക്കാണ്. കവിയായിട്ടുള്ള V മധുസൂദനൻ നായർക്കാണ് അമൃത കീർത്തി പുരസ്കാരം കിട്ടിയത്. തമിഴ്നാട് സർക്കാർ നൽകുന്ന കലൈഞ്ചൻ സ്മാരക പുരസ്കാരത്തിന് ഗായിക P സുശീലയെ തിരഞ്ഞെടുത്തു. അപ്പൊ കലൈഞ്ചർ സ്മാരക പുരസ്കാരം തമിഴ്നാടാണ് നൽകുന്നത്. ആർക്കാണ് കിട്ടിയത്?
നമ്മുടെ പി സുശീലയ്ക്കാണ് കിട്ടിയത്, ഗായികയായിട്ടുള്ള. ഈ ബുഡാപെസ്റ്റിൽ നടക്കുന്ന ചെസ് ഒളിമ്പ്യാഡ് ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും നമ്മുടെ ഇന്ത്യ സ്വർണം നേടി. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഇനി മലയാള സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം സാൽവദോർ ഷില്ലാച്ചി അന്തരിച്ചു. പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധനും ചരിത്രകാരനും ഗവേഷകനുമായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ PK മാത്യു തരകൻ അന്തരിച്ചു. തെക്കേ അമേരിക്കൻ രാജ്യമായ പെറുവിലെ മുൻ പ്രസിഡന്റ് ആൽബർട്ടോ ഫ്യൂജിമോറി അന്തരിച്ചു. എഴുത്തുകാരിയും അധ്യാപികയുമായിരുന്ന ബി സുലോചന നായരും അന്തരിച്ചു. അപ്പോൾ ഇതാണ് നമുക്ക് ഒക്ടോബർ 1 പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒക്ടോബർ 15. ഓക്കെ, അപ്പോൾ നമ്മുടെ നോബൽ പ്രൈസ് വൈദ്യശാസ്ത്രമാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ആർക്കൊക്കെയാണ്? വിക്ടർ ആംബ്രോസിനും ഗാരി റൗക്കനുമാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കോഡ് എന്തായിരുന്നു? വിക്ടറിന് പനി വന്നു അല്ലേ? വിക്ടറിന് പനി വന്നപ്പോൾ വൈദ്യനെ കാണാൻ പോയി. അപ്പോൾ വൈദ്യനെ കാണാൻ പോയപ്പോൾ വൈദ്യൻ എന്ത് പറഞ്ഞു? റവക്കഞ്ഞി കുടിക്കാൻ പറഞ്ഞു അല്ലെ? റവക്കഞ്ഞി കുടിക്കാൻ പറഞ്ഞു എന്നാണ് നമ്മൾ പഠിച്ച കോഡ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? അമേരിക്കൻ ശാസ്ത്രജ്ഞരായിട്ടുള്ള വിക്ടർ ആംബ്രോസിനും ഗാരി റൗക്കനും എന്ത് കിട്ടി? വൈദ്യശാസ്ത്രത്തിനുള്ള പുരസ്കാരം കിട്ടി. ഇനി ഭൗതിക ശാസ്ത്രം ആർക്കൊക്കെയാണ് കിട്ടിയത്? നമ്മൾ പഠിച്ച കോഡ് എന്തായിരുന്നു? ഫിസിക്സ് പഠിക്കാൻ ഹിൻഡ് ഉണ്ടെങ്കിലേ ഹോപ്പുള്ളൂ. ഫിസിക്സ് പഠിക്കാൻ ഹിൻഡ് ഉണ്ടെങ്കിലേ ഹോപ്പുള്ളൂ. അപ്പോൾ എന്താണ്? ജെഫ്രി ഹിൻഡനും ജോൺ ഹോപ്ഫീൽഡും ആണ് ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടിയത്. ഇവർക്ക് എന്തിനാ കിട്ടിയത്? നിർമ്മിത ബുദ്ധിക്ക് ആധാരമായ കണ്ടുപിടുത്തത്തിനാണ്, അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിനാണ് കിട്ടിയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയത്. വൈദ്യശാസ്ത്രത്തിനാണെങ്കിൽ മൈക്രോ RNA കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയത്. ഇനി രസതന്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മൾ ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് എങ്ങനെ പഠിക്കുന്നത്? നമ്മുടെ കോഡ് എന്തായിരുന്നു? ബിസ്ക്കറ്റിനകത്ത് പ്രോട്ടീൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്തു? ബേക്കിംഗ് സോഡ ഒഴിച്ചപ്പം എന്താണ്? അതിനകത്തുള്ള കെമിക്കൽസ് ജമ്പ് ചെയ്തു പോയി. ഇതല്ലായിരുന്നു നമ്മുടെ കോഡ്. അപ്പം എന്താണ്? ബിസ്ക്കറ്റ് എന്ന് പറയുമ്പം ഹസാബിസ്, ഡെമിസ് ഹസാബിസ്. ഓക്കെ, ഇനി പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തമാണ് കമ്പ്യൂട്ടേഷൻ, പ്രോട്ടീൻ ഡിസൈൻ, പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷൻ എന്നിവരൊക്കെയാണ് എന്തിന്? ഈ ഒരു കാര്യത്തിനാണ് കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം കിട്ടിയത്. ഓക്കെ, ഇനി ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേവിഡ് ബേക്കർ. ഓക്കെ, ഇനി കെമിക്കൽസ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം എന്ന് അറിയാൻ വേണ്ടിയാണ് കെമിക്കൽസ് എന്ന് അവിടെ ഇട്ടേക്കുന്നത്. ജമ്പർ എന്താണ്? ജോൺ ജമ്പർ. ഇത്രയും പേർക്കാണ് എന്ത് കിട്ടിയത്? രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത്. ഡേവിഡ് ബേക്കർ, ജോൺ ജമ്പർ, ഡെമിസ് ഹസാബിസ്. ഇനി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഹാൻ കാങ്ങിനാണ്. ഓക്കെ, അപ്പം ലിറ്ററേച്ചർ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹാങ് ആയെന്നോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സാഹിത്യത്തിനുള്ള പുരസ്കാരം കിട്ടിയത് ഒരു കിഴങ്ങിനാണെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഓർത്തു വെക്കാം. കിഴങ്ങെന്ന് പറയുമ്പോൾ കാങ്ങെന്ന് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ കൃതികളൊക്കെ അല്ലേ ഒരു PDF രൂപത്തിൽ നമ്മൾ ഫോണിൽ അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹാങ് ആയെന്ന് ഓർത്താലും മതി. ഓക്കെ, അപ്പം എന്താണ്? ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയായിട്ടുള്ള ഹാങ് കാങ്ങിനാണ് സാഹിത്യത്തിനുള്ള 2024 നോബൽ പ്രൈസ് കിട്ടിയത്. സമാധാനത്തിനുള്ള ആർക്കാ കിട്ടിയത്? നമ്മുടെ നിഹോൻ ഹിൻഡാക്യോ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് കിട്ടിയത്. നിഹോൻ ഹിൻഡാക്യോ എന്ന് പറയുന്ന സംഘടന ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനത്തിൽ അതിജീവിച്ചവരുടെ സംഘടനയാണ്. ആണവായുധ മുക്ത ലോകത്തിനായിട്ടുള്ള പ്രവർത്തനമാണ് ഈ ഒരു സംഘടന നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ഹിബാകുഷ എന്നാണ് കേട്ടോ. ഹിബാകുഷ എന്നറിയപ്പെടുന്ന സംഘടനയാണ് നിഹോൻ ഹിൻഡാക്യോ. ഏത് രാജ്യത്തിന്റെയാണ്? ജപ്പാന്റെയാണ്. ഓക്കെ, ഇനി നമ്മുടെ മുൻ PSC അംഗം ജിനു സക്കറിയ ഉമ്മനെ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിച്ചു. അപ്പോൾ ഭക്ഷ്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നോക്കി വെച്ചേക്കണം. ആരാണ്? ജിനു സക്കറിയ. അപ്പൊ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, ഭക്ഷ്യ കമ്മീഷൻ, ഭക്ഷ്യം കഴിക്കുന്ന കറിയായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. കഴിക്കുന്നത് കറിയാണ്. ഓക്കെ, സക്കറിയ. ഓക്കെ, അടുത്ത നമ്മുടെ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? അത് ശ്രേയംസ് കുമാർ ആണ്. MV ശ്രേയംസ് കുമാർ ആണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റ്. ഇനി നമ്മുടെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പ്രസിഡന്റായിട്ട് ഇൻഫോസിസ് സഹസ്ഥാപകനായിട്ടുള്ള ക്രിസ് ഗോപാലകൃഷ്ണനെ നിയമിച്ചു. അടുത്തത്
ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയേക്കണം. അടുത്ത നാറ്റോയുടെ സെക്രട്ടറി ജനറൽ, നാറ്റോയുടെ ആരാണ്? മാർക്ക് റുട്ടെയാണ്. മാർക്ക് മുട്ട കിട്ടിയ നാറും എന്ന് ഓർത്താൽ മതി. അപ്പൊ ഏതാണ്? നാറ്റോ മാർക്ക് റുട്ടെയാണ്. ജപ്പാന്റെ പ്രധാനമന്ത്രി ആരാണ്? ഷിഗേരു ഇഷിബ. ആരാണ്? ഷിഗേരു ഇഷിബയാണ്. ടൂണീഷ്യൻ പ്രസിഡന്റ് ആരാണ്? ടൂണീഷ്യയുടെ പ്രസിഡന്റ് കൈസ് സെയ്ദ്. ആരാണ്? കൈസ് സെയ്ദാണ്. ആസിയാൻ ഇന്ത്യ കിഴക്കനേഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ പോയായിരുന്നു? ലാവോസിൽ പോയിരുന്നു. അത് ഓർത്തു വെച്ചേക്കാം. ഇന്ത്യയിൽ ദയാവധം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അതും അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ആരാണ് വിജയിച്ചത്? ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ കാരിച്ചാൽ ചുണ്ടനാണ് നേതാവായത്. അപ്പൊ കാരിച്ചാൽ ചുണ്ടനാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയിച്ചത്. എവിടെയാണ് നടക്കുന്നത്? ആലപ്പുഴ പുന്നമടക്കായലിലാണ് നടക്കുന്നത്. വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ഡ്വെയ്ൻ ബ്രാവോ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. അടുത്ത ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസം അന്ത്വാൻ ഗ്രീസ്മാൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ജസ്റ്റ് അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, കൂടുതൽ ആഴത്തിലൊന്നും പഠിക്കാനൊന്നും പോണ്ട. സ്പാനിഷ് താരം റാഫേൽ നദാൽ ടെന്നീസിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. അപ്പോൾ വിരമിച്ച ആളുകളാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മാത്രം മതി. അടുത്ത നമ്മുടെ പ്രശസ്ത ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ആത്മകഥ ഏതാണ്? വിറ്റ്നസ് അല്ലെങ്കിൽ സാക്ഷിയാണ്. ഏതാണ്? വിറ്റ്നസ് അല്ലെങ്കിൽ സാക്ഷിയാണ്. ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം ആരാണ്? സാക്ഷി മാലിക്കാണ്. ഇനി ബംഗ്ലാദേശിനെതിരെ ഹൈദരാബാദിൽ നടന്ന 3ാം T20 ക്രിക്കറ്റിൽ 40 പന്തിൽ സെഞ്ചുറി തികച്ച മലയാളി ബാറ്ററാണ് സഞ്ജു സാംസൺ. T20യിലെ ഏറ്റവും വേഗമേറിയ 4ാം ശതകമാണ് ഇതുവഴി ചെയ്തത്. ഈ മത്സരത്തിൽ അന്താരാഷ്ട്ര T20യിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ സ്കോർ ആര് സ്വന്തമാക്കി? ഇന്ത്യ സ്വന്തമാക്കി. അപ്പൊ T20യിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറും ഏതാണ്? ഈ ഒരു സ്കോറാണ്. മംഗോളിയക്കെതിരെ നേപ്പാൾ നേടിയ 314 റൺസാണ് ഏറ്റവും ഉയർന്ന സ്കോർ. ഇത് പഠിക്കേണ്ട, ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇപ്പോഴും പഠിച്ചതാണ് അല്ലേ. അപ്പം ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ 2ാമത്തെ നമ്മുടെ ഇന്ത്യ, അതൊന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇത് ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും റെക്കോർഡായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം അത് നല്ല രീതിയിൽ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് സ്പോർട്സ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 50, 100, 150, 200, 250 റൺസുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ഇന്ത്യ സ്വന്തമാക്കി. കാൺപൂരിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന 2ാം ടെസ്റ്റിലാണ് ഇന്ത്യക്ക് ഈ നേട്ടം കൈവരിച്ചത്. അടുത്ത നമ്മുടെ ശ്രീലങ്കൻ ബാറ്റർ കാമിന്ദു മെൻഡിസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 13 ഇന്നിങ്സിൽ നിന്ന് 1000 റൺസ് തികച്ച് ഇതിഹാസ താരം ബ്രാഡ്മാനൊപ്പം എത്തി. അതൊന്ന് അറിഞ്ഞു വെച്ചേരേ കേട്ടെ. അടുത്ത നമ്മുടെ പ്രമുഖ വ്യവസായിയായിട്ടുള്ള രത്തൻ ടാറ്റ അന്തരിച്ചു. നോയൽ ടാറ്റയെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് തെരഞ്ഞെടുത്തു. അപ്പം ഇപ്പം നിലവിൽ ആരാണ് ഇദ്ദേഹത്തിന്റെ പിൻഗാമി? നോയൽ ടാറ്റയാണ്. ഇനി മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസാമീസ് എന്നീ 5 ഭാഷകളിൽ കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കാം. ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയ ഭാഷകൾ ഏതൊക്കെയാണ്? മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസാമീസ് എന്നീ 5 ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടി. അപ്പം മുമ്പ് ഏതൊക്കെയായിരുന്നു? തമിഴ്, മലയാളം, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, ഒഡിയ. ഓക്കെ, അപ്പോൾ എത്രയാണ്? 6 ഭാഷകൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5 എണ്ണത്തിനും കൂടെ കിട്ടി. അപ്പോൾ എത്രയാണ്? നിലവിൽ 11 ശ്രേഷ്ഠ ഭാഷകളാണ് ഉള്ളത്. ഇതോടെ നിലവിൽ 11 മാറിയിട്ടുണ്ട്. തമിഴാണ് ആദ്യമായി ശ്രേഷ്ഠ ഭാഷ കിട്ടിയ ലാംഗ്വേജ്, അതും ഓർത്തു വെച്ചേക്കാം. രാജ്യത്തിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? മിഥുൻ ചക്രവർത്തിക്കാണ് കിട്ടിയത്. ആർക്കാണ്? മിഥുൻ ചക്രവർത്തിക്കാണ് കിട്ടിയത്. ഈ വർഷത്തെ വയലാർ സാഹിത്യ പുരസ്കാരം ആർക്ക് കിട്ടി? അശോകൻ ചെരുവിലിനാണ് കിട്ടിയത്. കൃതി കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ് വയലാർ പുരസ്കാരം കിട്ടിയത്. അപ്പം നമ്മുടെ കോഡ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ, 2021 തൊട്ട് 24 വരെയുള്ള വയലാർ പുരസ്കാരവും പഠിച്ചു വെക്കണം. എന്തായിരുന്നു കോഡ്? എന്താണ്? ബനിയനിട്ട ഹരി അല്ലേ? ബനിയനിട്ട ഹരി തമ്പിയുടെ വയലിൽ അല്ലേ? തമ്പിയുടെ വയലിൽ
ചാരി നിന്നു അല്ലെങ്കിൽ ചാരി നിൽക്കുന്നു എന്നോ പറയാം. ചാരി നിന്നു എന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് 2021 ബെനിയൻ എന്ന് പറഞ്ഞാൽ ബെന്യാമിൻ. 2022 ഹരീഷ്, നമ്മുടെ മീശ എഴുതിയ എസ് ഹരീഷ്. തമ്പി എന്ന് പറഞ്ഞാൽ ശ്രീകുമാരൻ തമ്പി. വയലിൽ എന്ന് പറഞ്ഞാൽ വയലാർ അവാർഡാണ് എന്ന് ഓർക്കാൻ വേണ്ടിയാണ് ചാരി നിന്നു, അതായത് ചരിവിൽ. ഓക്കെ. അപ്പൊ 2021, 22, 23, 24 കിട്ടും. ഓക്കെ. ഈ ഒരൊറ്റ കോഡ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും വയലാർ അവാർഡ് 21 മുതൽ 24 വരെയും സെറ്റ് ആയിരിക്കും. ഇനി രാജ്യത്തിന്റെ അഭിമാന പുരസ്കാരമായ സരസ്വതി സമ്മാൻ മലയാളത്തിന്റെ പ്രിയ കവി പ്രഭാവർമ്മയ്ക്ക് കിട്ടി. ഓക്കെ. അപ്പൊ എന്താണ് പ്രഭാവർമ്മയ്ക്ക് ആരാണ് കൊടുത്തത്? നമ്മുടെ ജ്ഞാനപീഠം നേതാവായിട്ടുള്ള ദാമോദർ മൗസോ ആണ് കൊടുത്തത്. അപ്പൊ നമ്മുടെ സരസ്വതി സമ്മാൻ ഈ വർഷം കിട്ടിയത് ആർക്കാണ്? 2024 കിട്ടിയത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. രൗദ്രസ്വാത്തികം എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. ഇനി കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കടലുണ്ടി, കുമരകം പഞ്ചായത്തുകൾ അർഹത നേടി. അടുത്ത നമ്മുടെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ 2023 അവാർഡിന് ആരാണ് അർഹനായത്? വട്ടപ്പറമ്പിൽ പീതാംബരൻ. ആരാണ്? വട്ടപ്പറമ്പിൽ പീതാംബരൻ അർഹനായി. 2023 NV സാഹിത്യ പുരസ്കാരത്തിന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി അർഹയായി. ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീ ചിത്രഗാഥ എന്ന കൃതിക്കാണ് NV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് കിട്ടിയത് ആർക്കാണ്? നടൻ ഇന്ദ്രൻസിനാണ്. ഇന്ദ്രൻസിന്റെ ആത്മകഥയ്ക്കാണ് കിട്ടിയത്. ഇന്ദ്രധനുസാണ് ഇന്ദ്രൻസിന്റെ ആത്മകഥ. വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം ജോർജ് ഓണക്കൂറിന് കിട്ടി. വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം ആർക്കാണ്? ജോർജ് ഓണക്കൂറിനാണ് കിട്ടിയത്. ബ്ലൂംബെർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടികയിൽ സ്പേസ് എക്സ് ടെസ്ല മേധാവി ഇലോൺ മസ്ക് ലോകസമ്പന്നനായിട്ട് തിരഞ്ഞെടുത്തു. ഇത് മാത്രമല്ല, ഇപ്പൊ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് ആര് മാറിയിട്ടുണ്ട്? ഇലോൺ മസ്ക് മാറിയിട്ടുണ്ട്. പട്ടികയിൽ 14 സ്ഥാനത്താണ് നമ്മുടെ മുകേഷ് അംബാനി. ഓക്കെ. അടുത്ത നമ്മുടെ പ്ലൂട്ടോയുടെ ഉപഗ്രഹമായിട്ടുള്ള ഷാരോണിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം നാസ കണ്ടെത്തി. ഏതൊക്കെയാണ് വാതകങ്ങൾ? കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ പെറോക്സൈഡും. ഓക്കെ. അടുത്ത നമ്മുടെ സൂര്യന് സമീപമുള്ള ബെർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തിനെ ചുറ്റുന്ന ബെർണാഡ് ബി എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടെത്തി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചു. അടുത്ത നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി എവിടെയാണ് വന്നത്? ലഡാക്കിലെ ഹാൻലെയിലാണ് വന്നത്. 4300 മീറ്റർ ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഇത്തരത്തിലുള്ള ഏറ്റവും ഉയരം കൂടിയ ദൂരദർശിനി കൂടിയാണ് ഏത്? ഏഷ്യയിലെ വലുത്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ളതുമായിട്ടുള്ള ദൂരദർശിനിയാണ് ലഡാക്കിലെ ഹാൻലെയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രശസ്ത സിനിമാ സീരിയൽ നടൻ TP മാധവൻ അന്തരിച്ചു. ഗണിത ശാസ്ത്രജ്ഞൻ MST നമ്പൂതിരിയും അന്തരിച്ചു. അതും അറിഞ്ഞു വെച്ചേക്കാം. അടുത്ത നമ്മുടെ സെപ്റ്റംബർ കറണ്ട് അഫയേഴ്സിലേക്ക് പോവുകയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ സെപ്റ്റംബർ 1 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കുന്നത്. നമ്മുടെ 49ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് ആരെ തിരഞ്ഞെടുത്തു? 49ാമത്തെ ചീഫ് സെക്രട്ടറി ആണ് നമ്മുടെ ശാരദ മുരളീധരൻ. ആരാണ്? ശാരദ മുരളീധരൻ 49ാമത്തെ കേരള ചീഫ് സെക്രട്ടറി ആണ്. പഠിച്ചു വെച്ചേക്കാം. അതുപോലെ മിഷൻ റൂമി 2024 എന്ന് പേരിട്ടിരിക്കുന്ന പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായി പരീക്ഷിച്ചു. അപ്പം പുനരുപയോഗ സാധ്യതയുള്ള ഹൈബ്രിഡ് റോക്കറ്റ് അടുത്തിടെ വിക്ഷേപിച്ചത് ഏതാണ്? മിഷൻ റൂമി 2024 മിഷൻ റൂമി 2024 എവിടെയാണ് വിക്ഷേപിച്ചത്? എവിടെ നിന്നാണ്? ചെന്നൈയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അടുത്തത് യുവേഫ സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡിന് കിരീടം. യുവേഫ സൂപ്പർ കപ്പിൽ ആരാണ് വിജയിച്ചത്? റയൽ മാഡ്രിഡ് ആണ് വിജയിച്ചത്. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ 1ാം സീഡ് യാനിക് സിന്നറും വനിതാ വിഭാഗത്തിൽ ആരാണ്? 2ാം നമ്പർ ആര്യാന സെബലങ്കയും ജേതാക്കളായി. ഒന്നുമില്ല, നമ്മുടെ ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 കിട്ടിയത് ആർക്കൊക്കെയാണ്? യാനിക് സിന്നറിനും ആര്യാന സെബലങ്കയ്ക്കാണ്. അതുപോലെ US ഓപ്പൺ 2024 കിട്ടിയതും യാനിക് സിന്നറിനും ആര്യാന സെബലങ്കയ്ക്കുമാണ്. അതുപോലെ സിൻസിനാറ്റി ഓപ്പൺ 2024 കിട്ടിയതും യാനിക് സിന്നറിനും ആര്യാന സെബലങ്കയ്ക്കുമാണ്. ഓക്കെ. ഇത് മൂന്നും ഒരു സെറ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കാം. അടുത്ത നമ്മുടെ ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രി വിജയിച്ചത് ആരാണ്? മക്ലറന്റെ ലാൻഡോ നോറിസ് ആണ്. നമ്മുടെ മാക്സ് വെസ്റ്റപ്പൻ അല്ലാതെ ഏതൊക്കെ ഉണ്ടോ അത് ഇത്രയൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ ആരാണ്? ലാൻഡോ നോറിസിനാണ് കിരീടം കിട്ടിയത്.
പോൾ വാൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത് അർമാൻഡ് ഡ്യൂപ്ലന്റിസ്. സ്വന്തം റെക്കോർഡാണ് വീണ്ടും വീണ്ടും തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോൾ വാൾട്ടിൽ 10ാം തവണയും റെക്കോർഡ് തകർത്തത് ആരാണ്? അർമാൻഡ് ഡ്യൂപ്ലന്റിസ് ആണ്. സിലാൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റ്സിൽ 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ റെക്കോർഡ് കുറിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത് ജയ്ഷയാണ്. ആരാണ്? ജയ്ഷയാണ്. എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി നമ്മുടെ UAEയിൽ നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായിട്ടുള്ള ആരൊക്കെ ഉൾപ്പെട്ടു? സഞ്ജന സജീവും ആശാ ശോഭനയും ഉൾപ്പെട്ടു. അടുത്ത നമ്മുടെ ഭിന്നശേഷിക്കാരുടെ ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഉത്സവമായ പാരാലിമ്പിക്സ് എവിടെ തുടങ്ങി? പാരീസിൽ തുടങ്ങി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മൾ പഴയ കറണ്ട് അഫയേഴ്സ് അല്ലേ പഠിക്കുന്നത്, അതുകൊണ്ടാണ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നത്. അടുത്ത നമ്മുടെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ആരാണ്? കേന്ദ്രത്തിന്റെ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹനാണ്. സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചന്ദ്രവിസ്മയം ഓഗസ്റ്റ് 19-ാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി. അപ്പൊ സൂപ്പർ മൂൺ അല്ലെങ്കിൽ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചന്ദ്രവിസ്മയം എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്? ഓഗസ്റ്റ് 19, 2024 ഓക്കെ. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പ് ആയിട്ടുള്ള ഡെയ്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയിരുന്നു. അപ്പൊ അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെസ്ക് എവിടെയാണ് വന്നത്? ബാംഗ്ലൂരിലാണ് വന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെസ്ക് എവിടെയാണ് വന്നത്? ബാംഗ്ലൂരിലാണ് വന്നത്. മികച്ച കർഷകന് കൃഷി വകുപ്പ് ഏർപ്പെടുത്തുന്ന കർഷകോത്തമ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? CD രവീന്ദ്രൻ നായർ. CD രവീന്ദ്രൻ നായർ. കേരകേസരി പുരസ്കാരം കിട്ടിയത് നമ്മുടെ PT സുഷമയ്ക്കാണ്. അതുപോലെ കൃഷി വകുപ്പിന്റെ കർഷക ഭാരതി പുരസ്കാരം കിട്ടിയത് TV രാധാകൃഷ്ണനാണ്. ഓക്കെ, ഇത്രയൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ കർഷക ഉത്തമ പുരസ്കാരം CD രവിചന്ദ്രൻ നായർ. കേരകേസരി പുരസ്കാരം PT സുഷമ്മ. അതുപോലെ കൃഷി വകുപ്പിന്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം കിട്ടിയത് TV രാധാകൃഷ്ണനുമാണ്. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിത സാവിത്രിയുടെ സിൻ എന്ന് പറയുന്ന നോവൽ അർഹമായി. അപ്പൊ കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം 2024 കൊടുത്തെങ്കിലും 2022 പുരസ്കാരമാണ് കൊടുത്തത്. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം കിട്ടിയത് ഹരിത സാവിത്രിയുടെ സിൻ എന്ന് പറയുന്ന നോവലിനാണ്. ഓക്കെ, ഇനി 75,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂർ ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോക്ക് ക്രാസ്നർ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് $20,000 ആണ് ഇതിന് ലഭിക്കുക കേട്ടോ. അപ്പൊ മലയാളി ചിത്രകാരനായിട്ടുള്ള പ്രദീപ് പുത്തൂരിന് എന്ത് കിട്ടി? ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോക്ക് ക്രാസ്നർ ഫൗണ്ടേഷന്റെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് ലഭിച്ചു. അടുത്തത് NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം ആർക്ക് കിട്ടി? MT വാസുദേവൻ നായർക്ക് കിട്ടി. ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ് കിട്ടിയത്. ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദോ അടുത്ത മാസം സ്ഥാനമൊഴിയും. നമ്മളിപ്പം പുറകിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഇപ്പോഴത്തെ ജപ്പാന്റെ പ്രധാനമന്ത്രി? നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ തന്നെ പഠിച്ചതാണ്, നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. ആരാണ് എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ആണ്. ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ആരാണ് ജപ്പാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിൽ തന്നെ നമ്മളത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ തായ്ലൻഡിന്റെ പ്രധാനമന്ത്രി ആരാണ്? ശ്രേത്ത തവിസ്. ആരാണ്? ശ്രേത്ത തവിസ് ആണ് തായ്ലൻഡിന്റെ പ്രധാനമന്ത്രി. അടുത്തത് പൊയ്ത്തോങ് താൻ ഷിനബത്ര പുതിയ തായ്ലൻഡ് പ്രധാനമന്ത്രി കേട്ടോ. സോറി തായ്ലൻഡ് പ്രധാനമന്ത്രി ശ്രേത്ത തവസിനെ കോടതി പുറത്താക്കി. നിലവിൽ ആരാണ്? പൊയ്ത്തോങ് താൻ ഷിനബത്രയാണ് കേട്ടോ. തായ്ലൻഡിന്റെ പ്രധാനമന്ത്രി ആരാണ്? പൊയ്ത്തോങ് താൻ ഷിനബത്ര. അപ്പൊ തോം പറയുന്നതൊക്കെ ഉണ്ടല്ലേ. പൊയ്ത്തോങ് താൻ ഷിനബത്രയാണ് തായ്ലൻഡിന്റെ പ്രധാനമന്ത്രി. ഓക്കെ, ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത SSLV 3ാം ദൗത്യം വിജയം. ഇതിനകത്ത് ഏതാ കൊണ്ടുപോയത്? EOS 08നെയും SR0 ഡെമോസാറ്റിനെയുമാണ് കൊണ്ടുപോയത്. അപ്പൊ ഈ 2 ഉപഗ്രഹങ്ങളെയാണ് ഇതിൽ വിക്ഷേപിച്ചത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത നമ്മുടെ ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്കും സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും ലഭിച്ചു. ലതാ മങ്കേഷ്കർ പുരസ്കാരം ചിത്രയ്ക്കും
ആർക്കാണ്? ഉത്തം സിംഗിനുമാണ് ലഭിച്ചത്. രാഹുൽ നവീൻ ആദ്യത്തെ ED ഡയറക്ടറായിട്ട് നിയമിച്ചു. അപ്പോൾ അടുത്തിടെ എന്താണ് ED ഡയറക്ടറായിട്ട് രാഹുൽ നവീനെ നിയമിച്ചു. ആദിത്യ എന്ന് പറഞ്ഞു, തെറ്റാണ്. അപ്പോൾ എന്താണ്? രാഹുൽ നവീനെ ആരായിട്ട് നിയമിച്ചു? ED, നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടറായിട്ട് ആരെ നിയമിച്ചു? രാഹുൽ നവീൻ. അപ്പോയിന്റ്മെന്റ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. അടുത്ത രാജേഷ് കുമാർ സിംഗിനെ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. രാജേഷ് കുമാർ സിംഗ് ആരാണ്? ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയാണ്. ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. ഓക്കെ. വിജിലൻസ് മേധാവി ആരാണ്? നമ്മുടെ വിജിലൻസ് മേധാവി ആരാണെന്ന് നിങ്ങൾ ഇന്ന് കമന്റ് ചെയ്യുക. നമ്മൾ അപ്പോയിന്റ്മെന്റ്സിൽ പഠിച്ചതായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊന്ന് കമന്റ് ചെയ്തേക്കണേ. വിജിലൻസ് മേധാവി ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഇത് പഠിക്കണ്ട, സ്ഥാനക്കയറ്റം കൊടുത്തതൊന്നും തൽക്കാലം നോക്കണ്ട. അടുത്ത SBIയുടെ പുതിയ ചെയർമാൻ ആരാണ്? ചെല്ല ശ്രീനിവാസലു ഷെട്ടിയാണ്. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ നമ്മുടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പോളണ്ട്, ഉക്രൈൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തി. 1991 ഉക്രൈൻ സന്ദർശിച്ച ശേഷം അവിടെ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 45 വർഷങ്ങൾക്ക് ശേഷമാണ് പോളണ്ട് സന്ദർശിക്കുന്നത് കേട്ടോ. പോളണ്ട് സന്ദർശിക്കുന്നത് 45 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഉക്രൈൻ സന്ദർശന വേളയിൽ ഇന്ത്യ ഉക്രൈന് സമ്മാനമായിട്ട് അല്ലെങ്കിൽ ഉക്രൈന് കൊടുത്ത എന്താണ്? ബിഷിം എന്ന് പറയുന്ന നമ്മുടെ പോർട്ടബിൾ ഹോസ്പിറ്റൽ ക്യൂബാണ് നമ്മുടെ ഇന്ത്യ ഉക്രൈന് നൽകിയത് കേട്ടോ. അതും കൂടെ അറിഞ്ഞു വെച്ചേക്കാം. അടുത്ത മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ 22 നരേന്ദ്രമോദി US പോകും. അതും കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. അടുത്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുത്തു. അപ്പം ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് എന്ന് ചോദിക്കും. എവിടെയാണ്? മധ്യപ്രദേശിൽ നിന്നാണ് തെരഞ്ഞെടുത്തത്. ഇനി നമ്മുടെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടു കൂടി വിക്ഷേപിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ നീട്ടിവെച്ച് കേട്ടോ, ഇതൊന്നുമില്ല. അടുത്ത നമ്മുടെ ഗുജറാത്ത് കച്ച് ജില്ലയിലെ മദാപ്പർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി നേടി. അപ്പൊ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഗ്രാമം ഏതാണ്? മദാപ്പർ ഗ്രാമം ഗുജറാത്താണ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഗ്രാമം. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം അമേരിക്കയാണ് കേട്ടോ. അടുത്ത കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന VP മോഹൻകുമാർ അന്തരിച്ചു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. കേരള ഹൈക്കോടതിയെ പറ്റിയുള്ള ഫാക്ട്സും പഠിച്ചു വെച്ചേക്കുക. ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മാരിയ ബ്രിന്നസ് മൊറേറ അന്തരിച്ചു കേട്ടോ. ഇവര് അന്തരിച്ചു. ഇപ്പം ഇതിന് ശേഷം നമ്മുടെ ഇട്ടൂക്ക വന്നിരുന്നു. ഇട്ടൂക്ക 116 വയസ്സുള്ളതായിരുന്നു. ഇപ്പം നിലവിൽ എന്താണ് നമ്മുടെ ഏറ്റവും പ്രായമേറിയ ഗിന്നസ് റെക്കോർഡ് കയറിയത്. ഇപ്പൊ ഇവരും അന്തരിച്ചു. ഇതിന് ശേഷം ഇപ്പോ വന്നേക്കുന്ന ആള് ആരാണ്? ഈൽ തുടങ്ങുന്ന പേരാണ്. ഇതിന്റെ ഉത്തരവും കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദ്യമായിട്ട് ചോദിക്കുന്നത്. ഓർമ്മയുള്ളവർ വേഗം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആരാണ് നിലവിലെ ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്? ഓക്കെ. അടുത്ത ഫ്രഞ്ച് ചലച്ചിത്ര ഇതിഹാസം അലൻ ഡെലൻ അന്തരിച്ചു. മലയാള സിനിമയ്ക്ക് നവഭാവുകത്വം പകർന്ന സംവിധായകൻ മോഹനം അന്തരിച്ചു. ഇത് തീര സംരക്ഷണ സേന ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അന്തരിച്ചു. അപ്പൊ തീര സംരക്ഷണ സേന ഡയറക്ടർ രാകേഷ് പാൽ അന്തരിച്ചു എന്ന് പറയുമ്പോൾ നിലവിൽ ആരാണ് തീര സംരക്ഷണ സേന ഡയറക്ടർ? ഇത് നമ്മൾ പഠിച്ചാണ്. ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തവർ ഇതിന്റെ ഉത്തരവ് ഇന്ന് തന്നെ കമന്റ് ബോക്സിന് താഴെ കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ. അടുത്തത് കരസേനയുടെ മുൻ മേധാവി ജനറൽ സുന്ദരരാജൻ പത്മനാഭൻ അന്തരിച്ചു. ഇത്രയും പേര് എന്താണ് സെപ്റ്റംബർ മാസത്തിൽ PSC ബുള്ളറ്റിൽ വന്ന കാര്യമാണ്. നമ്മൾ സെപ്റ്റംബർ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ സെപ്റ്റംബർ 15 പോകുന്നത്. ഓക്കെ. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി INS അരിഖാത് വിശാഖപട്ടണത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു. ഓക്കെ. അപ്പൊ എന്താണ് നമ്മുടെ
ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി INS അരിക്കാത് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു എന്നാണ് പറയുന്നത്. ആരാണ്? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് നമ്മുടെ പ്രതിരോധ മന്ത്രി. ഓക്കെ, ഇനി നമ്മുടെ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ബഹിരാകാശത്ത് നിർത്തി ബോൺസിന്റെ സ്റ്റാർലൈനർ പേടകം ഭൂമിയിലെത്തി. സ്റ്റാർലൈനറിലായിരുന്നു ഇവർ പോയത്. ഹീലിയം വാതക ചോർച്ചയെ തുടർന്ന് തുടക്കം തൊട്ടേ പ്രശ്നമായിരുന്നു. അവസാനം അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തിരിച്ചു വരാൻ പറ്റാതെ അവരവിടെ പെട്ടുപോയി. ഓക്കെ, ഫെബ്രുവരിയിലായിരിക്കും അവരിന് തിരിച്ചു വരിക കേട്ടോ. അത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ, എത്ര ദിവസം അവിടെ നിന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. അടുത്ത ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചു. അപ്പൊ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? മോഹൻലാലിനാണ് കിട്ടിയത്. ഹോക്കി താരം PR ശ്രീജേഷിന് ദേശീയ കായിക വേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം കിട്ടി. അപ്പൊ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം ആർക്ക് കിട്ടി? PR ശ്രീജേഷിന് കിട്ടി. PR ശ്രീജേഷ് വളരെ ഇമ്പോർട്ടന്റ് ആളാണ്, നല്ല രീതിയിൽ പഠിച്ചേക്കുക. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മികച്ച പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിക്കായി തൃശൂർ ശാന്തിപുരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മികച്ച ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയായിട്ട് നമ്മുടെ തൃശൂർ ശാന്തിപുരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തത് നമ്മുടെ പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം ആർക്കാ കിട്ടിയത്? T പത്മനാഭനാണ് കിട്ടിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം കൊണ്ട് ചോദിക്കുകയാണ്. T പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി തയ്യാറാക്കിയ സിനിമ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ഉത്തരവും കൂടി കമന്റ് ചെയ്യുക. ഏതാണ് ആ ഒരു സിനിമ? സംവിധാനം ചെയ്തത് ആരാണ് എന്ന് കൂടി കമന്റ് ചെയ്യണേ. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നറിയാൻ വേണ്ടിയാണ്. അപ്പം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തെങ്കിലും കമന്റ് ആയിട്ട് ഇടുക. നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത നമ്മുടെ പാരാലിമ്പിക്സിലെ ആദ്യ സ്വർണം നെതർലൻഡ്സിലെ കരോളിൻ ഗ്രൂട്ടിന് കിട്ടി. പാരാലിമ്പിക്സിലെ ആദ്യ സ്വർണം ആർക്കാണ്? കരോളിൻ ഗ്രൂട്ട്സിനാണ് കിട്ടിയത്. വനിതാ സൈക്ലിംഗ് ടൈം ട്രയൽ ഇനത്തിലാണ് കരോളിൻ ജേത്രിയായത്. പാരാലിമ്പിക്സിലാണ് ആദ്യ സ്വർണം ആർക്കാ കിട്ടിയത്? കരോളിൻ ഗ്രൂട്ടിനാണ് കിട്ടിയത്. ഇനി പാരാലിമ്പിക്സിൽ 94 സ്വർണവും 76 വെള്ളിയും 50 വെങ്കലവും ഉൾപ്പെടെ 220 മെഡലുകളുമായി ചൈനയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. അപ്പൊ പാരാലിമ്പിക്സിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? ചൈനയ്ക്കാണ്. അടുത്ത രണ്ടാം സ്ഥാനം ബ്രിട്ടൻ ആണ്. ഒന്നാം സ്ഥാനം ചൈന, രണ്ടാം സ്ഥാനം ബ്രിട്ടൻ, മൂന്നാം സ്ഥാനത്ത് ആരാണ്? അത് പറയുന്നില്ല. അടുത്ത 18ാം സ്ഥാനം ആർക്കുള്ളത്? നമ്മുടെ ഇന്ത്യക്കുള്ളത്. ഇന്ത്യക്ക് എത്രയാണ്? 18ാം സ്ഥാനമാണ് ഉള്ളത്. ഓക്കെ, 29 മെഡലാണ് കിട്ടിയത്. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം ഉൾപ്പെടെ 29 മെഡലുകളാണ് നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയത്. 18ാം സ്ഥാനത്താണ് ഉള്ളത്. അടുത്തത് ഫുട്ബോൾ കരിയറിൽ 900 ഗോൾ തികച്ച പോർച്ചുഗലിന്റെ താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഓക്കെ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഇംഗ്ലണ്ടിനായി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയതിന്റെ റെക്കോർഡ് ആര് സ്വന്തമാക്കി? ജോ റൂട്ട് സ്വന്തമാക്കി. ആരാണ്? ജോ റൂട്ട് സ്വന്തമാക്കി. T20 ക്രിക്കറ്റിലെ മുൻ ലോക 1ാം റാങ്കുകാരനായിട്ടുള്ള ഇംഗ്ലീഷ് ബാറ്റർ ഡേവിഡ് മലാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. അത് അറിഞ്ഞു വെച്ചേക്കാം. ഇംഗ്ലീഷ് ബാറ്റർ ഒലി പോപ്പ് 147 വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യത്തെ 7 സെഞ്ചുറികൾ 7 എതിരാളികൾക്കെതിരെ നേടി റെക്കോർഡിട്ടു. അടുത്ത നമ്മുടെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഓൾറൗണ്ടർ മോയിൻ അലി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജേതാക്കൾ. അടുത്ത സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ഇതിനെ പറ്റി ഡീറ്റെയിൽ എല്ലാം ഇതിനു മുന്നേ ഉള്ള നമ്മുടെ PSC ബുള്ളറ്റിൻ വായിച്ചപ്പോൾ നമുക്കിത് കിട്ടിയതാണ്. നമ്മൾ പുറകിലോട്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ് തലതിരിഞ്ഞ് കിടക്കുന്നത്. ഞാൻ തലതിരിഞ്ഞ് വായിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അപ്പോയിൻമെൻറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ആദ്യം പഠിച്ചതാണ് കറക്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്. ബാക്കിലോട്ട് സെയിം കണ്ടന്റ് വരികയാണെങ്കിൽ അത് മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തത് ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിൽ സിറിയ ചാമ്പ്യൻ. ആരാണ്? ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ ആരാണ് വിജയിച്ചത്? സിറിയയാണ് വിജയിച്ചത്. അടുത്തത് ഉറുഗ്വേ സൂപ്പർ താരം ലൂയിസ് സുവാരസ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ നിന്ന് വിരമിച്ചു. US ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം ആർക്കാണ് കിട്ടിയത്? US ഓപ്പൺ നമ്മൾ പഠിച്ചതാണ്, ഈ ഒരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. അരീന സബലങ്കയ്ക്കാണ് കിട്ടിയത്.
പുരുഷനാണെങ്കിലോ US ഓപ്പൺ പുരുഷ ടെന്നീസ് കിട്ടിയത് യാനിക് സിന്നറിനാണ്. ദീർഘദൂര കുതിരയോട്ടത്തിൽ റെക്കോർഡിട്ട മലയാളി ആരാണ്? നിത അഞ്ജും. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയേക്കണം കേട്ടോ. അടുത്ത നമ്മുടെ വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ ഏഴുമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറായിട്ട് ചുമതലയേറ്റു. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായിട്ടുള്ള DRDOയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരെയാണ് തെരഞ്ഞെടുത്തത്? പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായിട്ടുള്ള DRDOയുടെ എയ്റോ ക്ലസ്റ്ററിന്റെ ഡയറക്ടറായിട്ട് തെരഞ്ഞെടുത്തത് രാജലക്ഷ്മി മേനോനെയാണ്. എന്നാൽ DRDOയുടെ മേധാവി ആരാണ്? സമീർ വി കാമത്താണ് കേട്ടോ, സമീർ വി കാമത്താണ്. ഇനി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ്? നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. ഇതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് ചുമതലയേറ്റു. ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതി ആരാണ്? അരുൺ ഗോയൽ ആണ്. അടുത്ത രൺധീർ സിംഗ് ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. ഈ ഒരു സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രൺധീർ സിംഗ് കേട്ടോ. അപ്പം ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാണ്? രൺധീർ സിംഗ് ആണ്. അടുത്ത നമ്മുടെ ഫ്രഞ്ച് പ്രധാനമന്ത്രി മിഷേൽ ബ്രാർണിയോ നിയമത്തിനായി തെറ്റാണ്. ഇപ്പം ആള് മാറിയിട്ടുണ്ട്. ഇതും നമ്മൾ പഠിച്ചതാണ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതിന്റെ ഉത്തരം ഈ പറയുന്ന ഫ്രഞ്ച് പ്രധാനമന്ത്രി ആരാണ്? പേരുമായിട്ട്, ആ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പേരുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ക്ലൂ അതാണ്. ഫ്രാൻസ് എന്ന് പറയുന്ന ആ ഒരു പേരുമായിട്ട് ബന്ധമുള്ള ആളാണ്. ആരാണ് ഉത്തരം? അതും നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നില്ല എന്നാണ് അർത്ഥം. എന്താണ് അതിൻ്റെ ഉത്തരം? ക്ലാസ് കണ്ടവർ ഓർത്ത് കമന്റ് ചെയ്യുക. കിട്ടുന്നില്ല, ഒരു തരത്തിലും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഫ്രാൻസിന്റെ പേരുമായിട്ട് സാമ്യമുള്ള വ്യക്തിയാണത്. ഓക്കെ. ഇനി അടുത്ത് നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണ ശേഖരത്തിൽ ഇന്ത്യ 9ാം സ്ഥാനത്തെത്തി. ഓക്കെ. വിദേശ നാണ്യ കരുതൽ സ്വർണ്ണ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 9ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം $70,000 കോടി കടന്നു. ഓക്കെ. അടുത്ത നമ്മുടെ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി 11.6 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായിട്ട് ഈ വർഷത്തെ ഹ്യൂറൻ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തി. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണൈ സിംഗപ്പൂർ ദ്വിരാഷ്ട്ര പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തി. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കുന്നത്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഓക്കെ. അത് നടത്തുന്നതിനായിട്ട് ന്യൂഡൽഹിയിലേക്ക് വന്നു. അടുത്ത നമ്മുടെ മലയാളി ജിൻസൺ ആൻഡോ ചാൾസ് ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക, മലയാളിയാണ്, അപ്പോൾ ഓർത്തു വെച്ചേക്കുക. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്നത്. അടുത്ത 12 ദിവസത്തെ ഏഷ്യ പസഫിക് സന്ദർശനത്തിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തി. ഓക്കെ, അതും അറിഞ്ഞു വെച്ചേക്കാം. അടുത്ത നമ്മുടെ CPMന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി അന്തരിച്ചു. അടുത്ത നമ്മുടെ ഭരണഘടനാ വിദഗ്ധനും നിയമജ്ഞനും എഴുത്തുകാരനുമായിരുന്ന AG നൂറാനി മുംബൈയിൽ അന്തരിച്ചു. പിന്നണി ഗായിക AP കോമള ചെന്നൈയിൽ അന്തരിച്ചു. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാന്റെ സേബർ വിമാനം വെടിവെച്ചിട്ടതിന് വീരചക്ര ലഭിച്ച എയർ മാർഷൽ ഡെൻസിൽ ഖീലോർ അന്തരിച്ചു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കുക. അപ്പോൾ സെപ്റ്റംബർ 1ഉം 15 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 2 മാസമാണ് നമ്മളിവിടെ പഠിച്ചത്. 2 മാസത്തെ കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമുക്ക് ഓഗസ്റ്റും കൂടെ ആണെങ്കിൽ ഓഗസ്റ്റ് മാസത്തെയും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് 1ന്റെ കറണ്ട് അഫയേഴ്സിലേക്കാണ്. ഓക്കെ. ഇനി നമ്മുടെ കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ആര് വിജയിച്ചു? കോപ്പ അമേരിക്ക കിട്ടിയത് ആർക്കാണ്? കോപ്പ അമേരിക്ക വിജയിച്ചത് നമ്മുടെ അർജന്റീനയാണ്. ആരാണ്? അർജന്റീനയാണ് വിജയിച്ചത്. കോപ്പ അമേരിക്ക അർജന്റീന. അപ്പൊ അർജന്റായിട്ട് കോപ്പ എടുക്കണം. കോപ്പ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ എന്താണ്, ഈ മഗ് കണക്കത്തെ ഒരു സാധനമല്ലേ കോപ്പ. ഓക്കെ. അപ്പൊ എന്താണ്? അർജന്റീനയാണ് കോപ്പ അമേരിക്ക വിജയിച്ചത്. ആരെ പരാജയപ്പെടുത്തി? കൊളംബിയനെയാണ് പരാജയപ്പെടുത്തിയത്. കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ 16ാമത്തെ കിരീടമാണ്. അതും കൂടെ ഓർത്തു വെച്ചേക്കാം. അടുത്ത നമ്മുടെ യൂറോ കപ്പ് ആർക്കാ കിട്ടിയത്? യൂറോ കപ്പ് ആണെങ്കിൽ സ്പെയിനാണ് കിട്ടിയത് കേട്ടോ. യൂറോ കപ്പ് കിട്ടിയത് സ്പെയിനാണ്.
ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത്. നമ്മുടെ സ്പെയിനിന്റെ 4ാമത്തെ യൂറോ കപ്പ് കിരീടമാണ്, അതും ഓർത്തു വച്ചേക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഒളിമ്പിക്സിൽ 33ാമത്തെ പതിപ്പ് പാരീസ് ഒളിമ്പിക്സ്, 33ാമത്തെ പാരീസ് ഒളിമ്പിക്സ് ആണ് 2024 ജൂലൈ 26 പാരീസിൽ നടന്നത്. 16 ഇനങ്ങളിലായി 117 താരങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത്. ഇന്ത്യയിൽ നിന്ന് 117 താരങ്ങൾ പങ്കെടുത്തു. അതിൽ 7 പേര് മലയാളികളാണ് കേട്ടോ. അപ്പം 117 താരങ്ങളിൽ 7 പേര് മലയാളികളാണ്. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണം ആരാണ് നേടിയത്? ഷൂട്ടിങ്ങിൽ ചൈനയാണ് നേടിയത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ ആരാ സ്വന്തമാക്കിയത്? അത് മനു ഭാക്കറാണ് സ്വന്തമാക്കിയത്. ഒരേ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന വനിതയാണ് ആരെന്ന് പറയുന്നത്? മനു ഭാക്കർ. ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ വനിത ആരാണ്? മനു ഭാക്കറാണ്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് മനു ഭാക്കർ വെങ്കല മെഡൽ സ്വന്തമാക്കിയത്. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? മനു ഭാക്കർ. അതുപോലെ നമ്മുടെ പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യ പതാക വഹിച്ചതും ആരാണ്? മനു ഭാക്കറാണ്. ഓക്കെ, പാരീസ് ഒളിമ്പിക്സിന് ശേഷം അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിക്കുമെന്ന് മുൻ ഇന്ത്യൻ നായകനും മലയാളി ഗോൾ കീപ്പറുമായിട്ടുള്ള PR ശ്രീജേഷ് പ്രഖ്യാപിച്ചു കേട്ടോ. അപ്പോൾ എന്താണ്, ഈ ഒരു പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് നമ്മുടെ PR ശ്രീജേഷ് വിരമിച്ചിട്ടുണ്ട്. ജേഴ്സി നമ്പർ 16 16ഉം ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്ത നമ്മുടെ സ്പെയിനിൽ കാർലോസ് അൽക്കാരസ് ആണ് ഈ വർഷത്തെ പുരുഷ വിംബിൾട്ടൺ ഓപ്പൺ ടെന്നീസ് ജേതാവ്. അപ്പോൾ വിംബിൾട്ടൺ ആരാ വിജയിച്ചത്? വിംബിൾട്ടൺ വിജയിച്ചത് മെൻസ് സിംഗിൾസിൽ വിജയിച്ചത് നമ്മുടെ കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരസ് ആണ്. ഇതിഹാസ താരം സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെ കീഴടക്കിയിട്ടാണ് നേടിയത്. അടുത്ത നമ്മുടെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബോറ ക്രെജിക്കോവയാണ് ഈ വർഷത്തെ വിംബിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ജേതാവ്. അപ്പൊ ആരാണ്? ബാർബറ. അപ്പൊ അപ്പൊ വിംബിൾട്ടൺ വിജയിച്ച മെൻ സിംഗിൾസ് ആരാണ്? കാർലോസ് അൽക്കാരസും. വിംബിൾട്ടൺ ആണെങ്കിൽ ബാർബറ ക്രെജിക്കോവയാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസങ്ങളായിട്ടുള്ള ലിയാണ്ടർ പേസും വിജയ് അമൃതരാജും ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിംസിൽ ഇടം നേടി. ഏഷ്യയിൽ നിന്ന് ഈ ഒരു ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ താരമാണ് പേസും അമൃതരാജും. ഓക്കെ, ഇനി നമ്മുടെ സർക്കാർ ഓഫീസിൽ ജോലിയിൽ സഹായിക്കാൻ കെൽട്രോൺ നിർമ്മിത ബുദ്ധിയിൽ നിർമ്മിച്ച സോഫ്റ്റ്വെയർ ടൂളിന്റെ പേരെന്താണ്? ഡിജി സ്മാർട്ടും കെല്ലിയും. എന്താണ്? ഡിജി സ്മാർട്ടും കെല്ലി. കെല്ലി എന്താണ്? AI റിസപ്ഷനിസ്റ്റ് ആണ് കേട്ടോ. അടുത്ത മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയുന്നതിനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് യോദ്ധാവ് പദ്ധതി. ഓക്കെ, ഇനി നമ്മുടെ അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ISROയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണം വിജയമാണ്. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗത്തിലാണ് ATV, ഓക്കെ, അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വെഹിക്കിൾ ATV റോക്കറ്റ് ഓക്സിജൻ ശ്വസിച്ച് പറന്നത്. അടുത്ത നമ്മുടെ അന്താരാഷ്ട്ര ഭവനിൽ എന്തൊക്കെയാ പറയുന്നത്, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിലെയും അശോക് ഹാളിലെയും പേര് മാറ്റി. ദർബാർ ഹാളിന്റെ പേര് ഗണതന്ത്ര മണ്ഡപമായിട്ടും അശോക് ഹാളിന്റെ പേര് അശോക മണ്ഡപമായിട്ടാണ് പേര് മാറ്റിയത്. ഇനി ഇന്ത്യ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയ്ക്ക് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരമായിട്ടുള്ള ഒളിമ്പിക് ഓർഡർ ലഭിച്ചു. അപ്പോൾ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ അഭിനവ് ബിന്ദ്രയ്ക്കാണ്. ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. ഓക്കെ, ഇനി ലോകമാന്യ തിലക് പുരസ്കാരം എഴുത്തുകാരിയും രാജ്യസഭാ അംഗവുമായിട്ടുള്ള സുധാമൂർത്തിക്ക് കിട്ടി. ലോകമാന്യ തിലക് പുരസ്കാരം ആർക്ക് കിട്ടി? നമ്മുടെ സുധാമൂർത്തിക്ക് കിട്ടി. ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കിയത് ആരാണ്? ഫ്രഞ്ച് മ്യൂസിയമാണ്. പാരീസിലെ ഗ്രവിൻ മ്യൂസിയമാണ് ഷാരൂഖ് ഖാന്റെ പേരിൽ സ്വർണ്ണ നാണയം പുറത്തിറക്കിയത്. ഗ്രവിൻ മ്യൂസിയം ഒരുതരം മെഴുക് മ്യൂസിയമാണ് കേട്ടോ. അടുത്ത നമ്മുടെ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് MR രാഘവ വാര്യർക്കും CL ജോസിനും സമർപ്പിക്കും. അടുത്ത നമ്മുടെ നിക്കോളസ് മഡുറോ തുടർച്ചയായി മൂന്നാമതും വെനസ്വേലയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. അപ്പോൾ വെനസ്വേലയുടെ പ്രസിഡന്റ് ആരാണ്? നിക്കോളസ് മഡുറോ. ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ UAEയുടെ പ്രതിരോധ മന്ത്രിയായിട്ടും ഉപപ്രധാനമന്ത്രിയായിട്ടും നിയമിച്ചു. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? KP ശർമ്മ ഒലിയാണ്. വിക്രം നർസി ആരാണ്? ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയാണ്. അടുത്ത യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി ഉർസുല വോൺ ഡെയ്ലെൻ തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആരാണ്? യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയ്ലെൻ. ആരാണ്? ഉർസുല വോൺ ഡെർ ലെയ്ൻ ആണ്
ആരുടെ നമ്മുടെ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ്. 2ാം തവണയാണ് ഉർസുലനെ ഈ ഒരു സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുന്നത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് ആണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി. നമ്മുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി. ഇത് പഴയ ന്യൂസാണ്. ഇതിന്റെ റിസൾട്ട് വന്ന് ഇപ്പോൾ ആരാ വിജയിച്ചത്? നമ്മുടെ ട്രംപ് ആണ് വിജയിച്ചത്. അടുത്ത വിനയ് മോഹൻ കാത്ര. ആരാണ് വിനയ് മോഹൻ കാത്ര? അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയാണ്. തുടർച്ചയായി 7 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? നമ്മുടെ നിർമ്മല സീതാരാമനാണ്. മൊറാർജി ദേശായിയുടെ 6 ബജറ്റ് അവതരണങ്ങളുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത്. തുടർച്ചയായി എന്നാണ്, തുടർച്ചയായി 7 തവണ ആരാണ്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 തവണ ഉണ്ടായിരുന്ന മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് മറികടന്നത്. തിരുവനന്തപുരം ജില്ലയുടെ പുതിയ കളക്ടറായിട്ട് അനുകുമാരി ചുമതലയേറ്റു. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത ജസ്റ്റിസ് N അനിൽകുമാറിനെ പുതിയ ലോകായുക്തയായിട്ട് നിയമിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കേരളത്തിന്റെ പുതിയ ലോകായുക്ത ആരാണ്? അനിൽകുമാറാണ്. അപ്പൊ ആരാണ് ലോക്പാല്? അത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ലോക്പാല് ആരാണ്? ലോകം മൊത്തം പാല് കൊണ്ടുവന്ന് വിൽക്കുന്ന ആള് എന്ന് നമ്മൾ കോഡ് പഠിച്ചിരുന്നു. ആരാണ് ഇപ്പോഴത്തെ ലോക്പാല്? ആരാണെന്ന് നിങ്ങൾ ഇന്ന് തന്നെ കമന്റ് ചെയ്യുക. ഓക്കെ. അടുത്ത പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായിട്ട് മലയാളിയായിട്ട് കൈലാസ് നാഥിനെ നിയമിച്ചു. അപ്പോൾ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? മലയാളിയായിട്ടുള്ള കൈലാസ് നാഥ് ആണ്. അടുത്ത നമ്മുടെ ചൈനയുടെ ചാന്ദ്രദൗത്യമായ ചാങ് 5 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചെന്ന് മണ്ണും പാറയൊക്കെ ശേഖരിച്ചു, ജലാംശം കണ്ടെത്തി. ഓക്കെ. അടുത്ത സിംബാബ്വെക്കെതിരെ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. അടുത്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിട്ടുള്ള മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ അന്തരിച്ചു. ഓക്കെ. മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന് MS വല്യത്താൻ അന്തരിച്ചു. നമ്മുടെ തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതിൽ മുൻകൈയെടുത്ത വ്യക്തിയാണ്. അതുപോലെ ഹൃദയവാൾവുകളൊക്കെ നിർമ്മിച്ചു കൊടുത്ത വ്യക്തിയാണ് കുറഞ്ഞ ചെലവിൽ. ആരാണ്? MS വല്യത്താൻ. സിനിമാ നിർമ്മാതാവും സംവിധായകനുമായ അരോമമണി അന്തരിച്ചു. മണി അല്ലെങ്കിൽ അരോമമണി. ഓക്കെ. പ്രശസ്ത കവിയും അധ്യാപകനുമായിട്ടുള്ള പ്രൊഫസർ KK ഹിരണ്യൻ അന്തരിച്ചു. അമേരിക്കൻ ഹാസ്യ സാമ്രാട്ടും ഗ്രാമി പുരസ്കാര ജേതാവുമായിട്ടുള്ള ബോബ് ന്യൂഹാർട്ട് അന്തരിച്ചു. വിഖ്യാത ഐറിഷ് എഴുത്തുകാരി എഡിന ഓബ്രയാൻ അന്തരിച്ചു. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് August 1, 2024 PSC ബുള്ളറ്റിനിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ August 15 നോക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിലെ 10 മീറ്റർ എയർ പിസ്റ്റളില് ആരാണ് മെഡൽ നേടിയത്? ആരാണ്? നമ്മുടെ മനു ബാക്കർ അല്ലെ? മനു ബാക്കർ മെഡൽ സ്വന്തമാക്കി 10 മീറ്റർ. അതിൽ ടീം ഇനത്തിലാണെങ്കിൽ ആരാണ്? മനു ബാക്കറും ഒപ്പം സരബ്ജോത് സിംഗും ഉണ്ട് കേട്ടോ. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് ആര് സ്വന്തമാക്കി? മനു ബാക്കർ സ്വന്തമാക്കി. പാരീസ് ഒളിമ്പിക്സിലെ ജാവലിൻ ത്രോയില് നമ്മുടെ നീരജ് ചോപ്രയ്ക്ക് എന്ത് കിട്ടി? വെള്ളി മെഡൽ കിട്ടി. പഠിച്ചു വെച്ചേക്കുക. എത്രയാണ് എറിഞ്ഞത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. നമ്മൾ പഠിച്ചതാണ് എത്ര മീറ്റർ എറിഞ്ഞിട്ടാണ് വെള്ളി മെഡൽ കിട്ടിയത്. ഓക്കെ. ഇനി പാരീസ് ഒളിമ്പിക്സിലെ 50 മീറ്റർ റൈഫില് 3 പൊസിഷൻ ഷൂട്ടിങ്ങിൽ ആരാണ്? നമ്മുടെ സ്വപ്നിൽ കുഷാലെ വെങ്കല മെഡൽ നേടി. ഓക്കെ. സ്വപ്നിൽ കുഷാലെ 50 മീറ്റർ റൈഫിൽ 3 പൊസിഷനിൽ വെങ്കല മെഡൽ നേടി. ഓക്കെ. ഇനി പുരുഷന്മാരുടെ 57 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ ഷെരാവത്ത് വെങ്കല മെഡൽ നേടി. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അമൻ ഷെരാവത്ത് കേട്ടോ. വെങ്കലമാണ് കിട്ടിയത്. നീരജ് ചോപ്രയ്ക്ക് മാത്രമേ വെള്ളിയുള്ളൂ. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ. സ്പെയിനെയാണ് പരാജയപ്പെടുത്തിയത്. ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയിരുന്നു. അടുത്ത നമ്മുടെ 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന 2 ഒളിമ്പിക് മെഡലുകൾക്ക് ഉടമയായ ഒരേ ഒരു മലയാളി ഹോക്കി ഗോൾ കീപ്പറാണ് ആരെന്ന് പറയുന്നത്? PR ശ്രീജേഷ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരമായിട്ട് ആര് മാറി? സെയിന്റ് ലൂസിയുടെ ജൂലിയൻ ആൽഫ്രഡ് മാറി. പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരമാരാണ്? ജൂലിയൻ ആൽഫ്രഡ്. പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ താരം ആരാണ്? നോഹ ലൈൽസ്. അമേരിക്കയുടെ നോഹ ലൈൽസ് ആണ്. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയതോടെ ഗോൾഡ് സ്ലം നേടിയത് ആരാണ്? നമ്മുടെ നൊവാക്ക് ജോക്കോവിച്ച് ആണ്. നമ്മുടെ പാരീസ് ഒളിമ്പിക്സിലും സ്വർണം നേടിയപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ഗ്രാൻഡ് സ്ലം കിരീടങ്ങളും കിട്ടി. പ്ലസ് ഒരു ഒളിമ്പിക്സ് ഗോൾഡ് മെഡലും കൂടെ ആയപ്പം അത് ഗോൾഡൻ സ്ലം ആയിട്ട് മാറി. ആന്ദ്രേ അഗാസി, സ്റ്റെഫി ഗ്രാഫ്, സെറീന വില്യംസ്, റാഫേൽ നദാൽ എന്നിവർക്കാണ് ഇതിനു മുമ്പ് ഗോൾഡൻ സ്ലം കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഇനി നമ്മുടെ
പാരീസ് ഒളിമ്പിക്സിൽ 5 വെങ്കലവും 1 വെള്ളിയും ഉൾപ്പെടെ 6 മെഡലുകളാണ് നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയത്. അങ്ങനെ ഇന്ത്യ 71 സ്ഥാനത്താണ്. 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവും ഉൾപ്പെടെ 126 മെഡൽ നേടിയ അമേരിക്കയാണ് 1 സ്ഥാനത്ത്. അപ്പം പാരീസ് ഒളിമ്പിക്സിലാണെങ്കിൽ അമേരിക്കയാണ് 1 സ്ഥാനത്ത്. പാരീസ് പാരാലിമ്പിക്സ് ആണെങ്കിൽ ചൈനയാണ് 1 സ്ഥാനത്ത്. മാറരുത് കേട്ടോ. അപ്പൊ അമേരിക്കയാണ് 1 സ്ഥാനത്ത്, 2 സ്ഥാനം ചൈനയാണ്. 2 പേർക്കും സ്വർണ്ണ മെഡലുകൾ 40 വീതമാണ് കേട്ടോ. 40 സ്വർണ്ണ മെഡൽ വീതമാണ് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഉള്ളത്. അത് ഓർത്ത് വെച്ചേക്കാം. ഇനി 2028 ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ലോസ് ഏഞ്ചൽസ് അമേരിക്കയിലാണ് നടക്കുന്നത്. ഇനി വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരമ്മല പ്രദേശത്ത് നമ്മുടെ ജൂലൈ 31 ചിലയിടത്ത് ജൂലൈ 30 എന്നും കിടപ്പുണ്ട് കേട്ടോ. അത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കി അത് എനിക്ക് എഴുതണം. നമ്മുടെ പത്രത്തിലൊക്കെ ജൂൺ 30 എന്നൊക്കെയാണ് കിടന്നത്. PSC ബുള്ളറ്റിൽ 31 കിടപ്പുണ്ട്. അത് നിങ്ങളുടെ രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ എന്നാണ് ഉരുൾപൊട്ടൽ നടന്നത്? ജൂലൈ 31 എന്നാണ് PSC ബുള്ളറ്റിൽ കിടക്കുന്നത്. അതുപോലെ UPSCയുടെ ചെയർമാനായിട്ട് ആരെ നിയമിച്ചു? പ്രീതി സുധനെ നിയമിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഓക്കെ. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സാധന സക്സേന നായർ. ആരാണ്? സാധന സക്സേന നായർ. KC വേണുഗോപാലിനെ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ടും നിയമിച്ചു. അപ്പൊ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? നമ്മുടെ KC വേണുഗോപാലാണ്. വ്യോമയാന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയെ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്താൻ തെരഞ്ഞെടുത്തു. ആരെയാണ് തെരഞ്ഞെടുത്തത്? ശുഭാംശു ശുക്ലനെയാണ് തെരഞ്ഞെടുത്തത്. ഇനി ഇദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ ബാക്കപ്പ് പൈലറ്റ് ആയിട്ട് ആരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്? പ്രശാന്ത് ബാലകൃഷ്ണനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ ആരാണ്? ഗുജറാത്ത് സ്വദേശിയായിട്ടുള്ള സഫിൻ ഹസൻ ആണ്. നമ്മൾ ബേസിക് GK സ്റ്റാറ്റിക് GK പഠിച്ചിരുന്ന സിവിൽ സർവീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ പഠിക്കുന്ന പേരായിരുന്നു. പുള്ളിക്കാരൻ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിട്ട് സഫിൻ ഹസനെ തെരഞ്ഞെടുത്തു. അടുത്തത് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി ആർക്ക് കിട്ടി? ദ്രൗപദി മുർമുവിന് കിട്ടി. ബംഗ്ലാദേശിൽ നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? മുഹമ്മദ് യൂനിസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമ്മുടെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷന്റെ അധ്യക്ഷനാരാണ്? PT ബാബുരാജ്. ആരാണ്? PT ബാബുരാജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ ലഭിച്ചവരിൽ മലയാളി ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യനും റോക്സി മാത്യു കോളിനും ഉണ്ട്. അടുത്ത നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ചത് ആരാണ്? ടിമോർ ലെസ്റ്റെ ആണ്. അപ്പൊ നമ്മുടെ ഫിജിയുടെയും കിട്ടി, ടിമോർ ലെസ്റ്റയുടെയും പരമോന്നത പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ദ്രൗപദി മുർമുവിനാണ് കിട്ടിയത്. അടുത്ത സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് നമ്മുടെ T പത്മനാഭന് കിട്ടി. ആർക്കാണ്? T പത്മനാഭനാണ് സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം കിട്ടിയത്. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുന്ദദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 11 വർഷം അദ്ദേഹം ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അടുത്ത നമ്മുടെ പിന്നണി ഗായികയായിരുന്ന കോഴിക്കോട് പുഷ്പ അന്തരിച്ചു. വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പൊടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തി അന്തരിച്ചു. ഇത് എനിക്ക് ആർട്സ് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കാം. ഇപ്പൊ യാമിനി കൃഷ്ണമൂർത്തി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കും ചോദിക്കുക. അപ്പൊ ഭരതനാട്യം കുച്ചിപ്പൊടിയാണ്, നോക്കി വെച്ചേക്കണം. അടുത്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായിരുന്ന അൻഷുമാൻ ഗെയ്ക്വാദ് അന്തരിച്ചു. അപ്പൊ അൻഷുമാൻ ഗെയ്ക്വാദ് ഏതാണ്? കായിക ഇനം ക്രിക്കറ്റ് ആണ്. ഇംഗ്ലണ്ട് മുൻ ബാറ്റർ ഗ്രഹാം ടോൾപ്പ് അന്തരിച്ചു. ചൈനീസ് US ഭൗതിക ശാസ്ത്രജ്ഞനും നോബൽ ജേതാവുമായിരുന്ന സാങ് ദാവോലി അന്തരിച്ചു. കേരളത്തിലെ മുൻ തദ്ദേശ വകുപ്പ് മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. കായിക കേരളത്തിന്റെ പരിശീലകൻ ഡോക്ടർ SS കൈമൽ അല്ലെങ്കിൽ ശിവശങ്കര കൈമൾ അന്തരിച്ചു. മുൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രി നട്വർ സിംഗും അന്തരിച്ചു. അപ്പൊ ഇത്രയും പേരാണ് നമുക്ക് 2024 ഓഗസ്റ്റ് വരെ ഉണ്ടായിരുന്ന കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 15 വരെ നമ്മൾ നോക്കി, ബാക്കിലോട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മാസം വരെ എത്തിയിട്ടുണ്ട്. ഡിസംബർ നവംബർ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് ഒക്ടോബർ സെപ്റ്റംബർ ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് എക്സാം ആയതുകൊണ്ടാണ് റിവിഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ PSC ബുള്ളറ്റിൻ ഇങ്ങനെ എടുത്തിരുന്നത്. നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.